വാങ്ങാനുള്ള സാധനമൊക്കെ ശ്രീലക്ഷ്മി വാങ്ങി വന്നാൽ മതി. അയ്യടാ, അതിന് എൻ്റെ പൈസ വേണ്ടേ? ആ, പൈസ ഞാൻ തരാം. അത് വേണ്ട, കൂടെ വന്നാ മതി. അഭിപ്രായം ചോദിക്കുമ്പോഴേ ഉത്തരം പറയുന്ന ഒരാള് വേണ്ടേ? ഓക്കെ, നടന്നോ. ഇത് കൊള്ളാല്ലേ? കൊള്ളാം, എടുത്തു. ഇതെത്രയാ? 50 രൂപ. 50 രൂപ. 50. താങ്ക് യു. പോ പോ പോ. ഇത് എത്രയാട്ടാ? 150 രൂപ. ഓ, 150. ഇത് എത്രയാട്ടാ? അത് 100 രൂപ. 100? എന്താ വേണം? ചട്ടി വേണം. ഇതിന്ന് മതി. വേറെ ഉണ്ട് വേണം ഇവിടെ. സാർ, ഞാൻ ഈ ചട്ടി വാങ്ങിച്ചോട്ടെ? വാങ്ങിച്ചോ. രവി സാറല്ലേ? ഹായ്. സാറിനെ പോലുള്ളവരൊക്കെ ഇതുപോലത്തെ കടകളിലൊക്കെ വരുമോ? വലിയ വലിയ കടകളിലൊക്കെ അല്ലേ പോകുന്നേ? അങ്ങനൊന്നുമില്ല. സാറിന്റെ ഒപ്പം ഒരു ഫോട്ടോ എടുത്തോട്ടെ? ഓ, ഓക്കെ. താങ്ക് യു സാർ. വരൂ മേഡം. ആ കടയിൽ നിന്ന കറുത്ത കണ്ണട വെച്ച ചേട്ടൻ എന്തോ ഞാൻ ശ്രദ്ധിച്ചില്ല. അയ്യോടാ പാവം. എങ്കിലേ ഞാൻ ശ്രദ്ധിച്ചു. അതിന് ഞാനെന്ത് വേണം? എന്ത് വേണമെന്നോ? ഞാൻ ശ്രദ്ധിച്ചതേ അയാളെ അല്ല, നിന്നെയാ. എന്തായിരുന്നു ഒരു നോട്ടം? നിങ്ങളാരാ? നിങ്ങൾക്ക് എന്താ വേണ്ടത്? എനിക്കൊന്നും വേണ്ട. നിനക്ക് വേണ്ടത് തരാൻ എനിക്ക് അറിയാഞ്ഞിട്ടും അല്ല. എടി പെണ്ണുങ്ങളായാലേ കുറച്ചടക്കം ഒതുക്കൊക്കെ വേണം. കാണാൻ കൊള്ളാവുന്ന ആണുങ്ങളെ കണ്ടാലേ ഓടലോടെ വിഴുങ്ങാൻ ശ്രമിക്കരുത്. കണ്ടോ, നീ വിഴുങ്ങാൻ ശ്രമിച്ച ആ സുന്ദരൻ എന്റെ കഴുത്ത് കെട്ടിത്തന്ന താലിയാ ഇത്. ഓ, അതായത് ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണെന്ന് അർത്ഥം. ഇപ്പോ കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, കെട്ടിയൊരുങ്ങി ആണുങ്ങളെ വലവീശി പിടിക്കാൻ ഇറങ്ങിയിരിക്കുകയാണല്ലോ. ആണും തര നോക്കില്ലേ വല പൊട്ടിപ്പോവും. അല്ലെങ്കിൽ തന്നെ ഭാര്യയും ഭർത്താവും റൂമിലല്ലേ കിടക്കണ്ടേ? ടെറസിലാണോ? ഈ AC പ്രശ്നമാണെന്ന് അന്ന് പറഞ്ഞു. ആ തണുപ്പ് ഞാനങ്ങ് സഹിച്ചു. ശ്രീലക്ഷ്മി കിടന്നു. ആ, കിടക്കാൻ പോവാ. സാറ് കിടക്കുന്നില്ലേ? ഞാനിവിടെ തറയിൽ കിടന്നോളാം. എന്തിന്? സാർ എന്റെ അടുത്ത് കിടന്നാ മതി. ഒരേ കട്ടിലോ? അതെ. സാറിനത് എന്ത് പറ്റി?
നാളെ വിനായക ചതുർത്ഥിയാ. നാളെ വ്രതം പിടിക്കണമെന്നാ അമ്മ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതുകൊണ്ട് ശ്രീലക്ഷ്മിയെ പിരിഞ്ഞ് കുറെ നാളായിട്ട് കഴിയല്ലേ. അപ്പോ അപ്പോ ഒന്നുമില്ല. ഉം. നാളെ വ്രതായതുകൊണ്ട് എന്തെങ്കിലും സമ്മാനം തരികയാണെങ്കിൽ ഇപ്പൊ തരാൻ പറയായിരുന്നു. എന്ത് സമ്മാനം തരാൻ? മുകളില് ഭയങ്കര മഞ്ഞ. അല്ലെങ്കിൽ തന്നെ ഭാര്യയും ഭർത്താവും റൂമിലല്ലേ കിടക്കണ്ടേ, ടെറസിലാണോ? നേരത്തെ കേട്ട സെയിം ഡയലോഗാണല്ലോ. എന്തായാലും ബാക്കി കൂടി ഒന്ന് പരീക്ഷ നോക്കാം. അല്ല, ഈ ഡോർ ലോക്ക് ചെയ്തപ്പോ വേറെന്തെങ്കിലും ഉദ്ദേശം? വേറെ എന്തുദ്ദേശം? അല്ല, ഞാൻ ശ്രീലക്ഷ്മിയെ പിരിഞ്ഞ് കുറെ നാളായിട്ട് ജീവിക്കല്ലേ. അപ്പോ ഒന്നുമില്ല, നാളത്തെ വിനായക ചതുർത്ഥി പ്രമാണിച്ച് ശ്രീലക്ഷ്മി വ്രതത്തിലല്ലേ. എന്തെങ്കിലും സമ്മാനം തരാനുണ്ടെങ്കിൽ. എന്ത് സമ്മാനം തരാം? എല്ലാം ഓപ്പോസിറ്റ് ആണല്ലോ. സാർ ഓരോന്ന് പറഞ്ഞോണ്ട് നിൽക്കാതെ കിടക്കാൻ നോക്ക്. ഓ, നാളെ വെളുപ്പിന് എഴുന്നേക്കാനുള്ളതാ. ഓ. അപ്പൊ ഞാൻ സമ്മതിച്ചില്ലായിരുന്നെങ്കിലോ? ഞാൻ ഒറ്റയ്ക്ക് വന്നേനെ. അവിടുന്ന് ഇവിടെ വരെ വരാനുള്ള ധൈര്യമൊക്കെ ഈ ശ്രീലക്ഷ്മിക്കുണ്ട്. അച്ഛനെന്താ എങ്ങനെ മിണ്ടാതെ നിൽക്കുന്നെ? ഉറക്കം തടസ്സായതുകൊണ്ടാണോ? ഏയ് അതൊന്നുമല്ല, പ്രതീക്ഷിക്കാതെ നിങ്ങളെ കണ്ടതുകൊണ്ടുള്ള പകപ്പാ. ഇത് നാളെ അമ്പലത്തിലെടുക്കാനുള്ള മുണ്ട് ഷർട്ടും. വാങ്ങിക്കച്ചാ. ഇത് അമ്മയ്ക്കുള്ള സാരി. സരോജമ്മക്ക് ഇഷ്ടമായോ? ഞാൻ പറഞ്ഞതാ കുറച്ചുകൂടി വില കൂടിയത് വാങ്ങിക്കാന്ന്. ഇയാളെ സമ്മതിക്കണ്ടേ? അയ്യോ, ഇത് മതി സാറേ. വലിയ വില കൂടിയതൊന്നും ഞാൻ ഉടുക്കാറില്ല. ഇത് ഉടുക്കണമെങ്കിൽ തന്നെ വല്ല കല്യാണോ പാലുകാച്ചലോ വരണേ എനിക്ക്. അച്ഛനെന്ത് പറ്റി? ഓ, എന്റെ സംസാരത്തിലെ മാറ്റം കണ്ട് ഒന്നും മനസ്സിലാവാതെ നിൽക്കുക അല്ലേ? എന്നാ അതിലിനി മനസ്സിലാക്കാൻ ഒന്നുമില്ല. മുഴുവനായും അച്ഛന്റെ പഴയ ശ്രീമോളായി ഞാൻ മാറിക്കഴിഞ്ഞു. എനിക്കറിയാം, നീലഹസ്തിന്ന് തിരിച്ചു വന്നതിന് ശേഷം നിങ്ങളെ വിഷമിപ്പിക്കുന്ന ചില സംഭവങ്ങൾ ഉണ്ടായി എന്ന്. സത്യം പറഞ്ഞ പലതും എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഇപ്പഴാ ഞാൻ ആരായിരുന്നെന്നും എന്തായിരുന്നെന്നും
പൂർണ്ണമായി എനിക്ക് മനസ്സിലാവുന്നത്. ആ സമയത്ത് ഞാൻ അമ്മയോടും അച്ഛനോടും എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് രണ്ടാളും ക്ഷമിക്കണം. പ്രത്യേകിച്ച് അച്ഛൻ. ആ മതി മതി. നമ്മളെന്തിനാ ഈ രാത്രി ഇങ്ങോട്ട് വന്നത്? ഇവരെ ഒന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടിയല്ലേ. അതിനിടയിൽ വിഷമമൊന്നും വേണ്ട. ഈ മാവിൻ ചോട്ടിൽ ഞങ്ങൾ വഴക്കിട്ടിട്ടുണ്ട്, സ്നേഹിച്ചിട്ടുണ്ട്. മൗനത്തിൽ പൊതിഞ്ഞ് യാത്ര പറഞ്ഞ് പിരിഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഇവിടെ കാലുറപ്പിച്ചു നിന്ന് മനസ്സുറപ്പിച്ചാണ് ഞാൻ പറയുന്നത്. എന്റെ ശ്രീലക്ഷ്മി എനിക്ക് തിരിച്ചു കിട്ടും, ഉറപ്പാ. മനസ്സിലായി. സാറിന്റെ വിശ്വാസം സാറിന്റെ ഓരോ വാക്കിലുണ്ട്. അത് നടക്കും സർ. സ്നേഹത്തിന്റെ ശക്തി അത് തന്നെയാ. സോറി സർ, ഞാനാ ഓരോന്ന് ചോദിച്ച് സാറിനെ വീണ്ടും പലതും ഓർമ്മിപ്പിച്ചത്. പെട്ടെന്ന് അച്ഛനും അമ്മയും പറയുന്ന കേട്ടപ്പോ ആര്? ശ്രീലക്ഷ്മിയുടെ അച്ഛനും അമ്മയും. ഓ, അതൊന്നും സാരമുള്ളൂ. അപ്പോ നമുക്ക് ഈ ഫയല് ഇവിടെ ക്ലോസ് ചെയ്യാലോ സർ? അപ്പൊ സാർ വണ്ടി. ഇതെന്തായാലും ഇത്രയും ഭംഗിയായ സ്ഥിതിക്ക് അടുത്ത വർഷം നമുക്ക് ഇതിനേക്കാൾ കെങ്കേമമാക്കണം. ആവുമല്ലോ. അതെ, അടുത്ത ചതുർത്ഥിക്ക് നമ്മളോടൊപ്പം ഒരു ജൂനിയർ രഘു ഉണ്ടാവല്ലോ. വർമ്മം വില്ലയുടെ അടുത്ത അനന്തരാവകാശി. രേഖ പ്രസവിക്കേണ്ട താമസമല്ലേ ഉള്ളൂ. ഇവിടെ പിന്നെ ഉത്സവമായിരിക്കില്ലേ? ഉത്സവം. അടുത്ത വർഷം ജൂനിയർ രഘു മാത്രം പോരാ, ജൂനിയർ രവി കൂടി വേണം. ആ. എങ്കിലല്ലേ വർമ്മം കുടുംബത്തിൽ ഒരു പൂർണ്ണതയുണ്ടാവൂ. എന്റെയും പ്രാർത്ഥന അതുതന്നെയാ. രവിയുടെയും ശ്രീലക്ഷ്മിയുടെയും ഒരു കുഞ്ഞൻ. ഈശ്വരനെല്ലാം സാധിച്ചു തരുമായിരിക്കും. അമ്മയുടെയും എന്റെയും ആഗ്രഹം ഒന്നായ സ്ഥിതിക്ക് ഈശ്വരനോട് ഇപ്പോഴേ ഡയറക്റ്റായി നമുക്ക് പറഞ്ഞേക്കാം. എന്റെ ഈശ്വര, എനിക്ക് നീ തന്ന ഭാഗ്യം എന്റെ ചേട്ടായിക്കും കൊടുക്കണം. അങ്ങനെ ഒരു ദുഃഖം മാത്രം ബാക്കിയാവണ്ട ഈ കുടുംബത്തിന്. ചേട്ടായി, എല്ലാം സെറ്റാണ്. എന്റെ പ്രാർത്ഥന ഈശ്വരൻ കേൾക്കൂന്നുള്ള കാര്യം ഉറപ്പാ. ഇന്നത്തെ ഈ ദിവസം തുടങ്ങിയപ്പോഴേ നമുക്ക് അവളോടുള്ള ദേഷ്യം കൂട്ടാൻ അവള് തന്നെ ഒരു സീൻ ഉണ്ടാക്കി തന്നത് നല്ലതിനാ. ഞാൻ പറഞ്ഞില്ലേ, നമ്മളായിട്ട് വഴി കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ അവളായിട്ട് വഴി തെളിച്ചു തരൂന്ന്. ഇന്നാണ് ആ ദിവസം. നീലഹസ്തി കണ്ണമ്മയുടെ ചേച്ചിയുടെ കണ്ണോപ്പറേഷൻ. ഇന്ന് ആശുപത്രിയിൽ നടക്കാൻ പോകുന്നത് അവളുടെ ചേച്ചി ദേവിയുടെ ഓപ്പറേഷൻ അല്ല, ഞാൻ ചെയ്യാൻ പോകുന്ന ഓപ്പറേഷനാ. എന്ത് ഓപ്പറേഷൻ? ശ്രീലക്ഷ്മിയും കൺമണിയും രണ്ടും രണ്ടാണെന്ന് തെളിയിക്കുന്ന ഓപ്പറേഷൻ. എങ്ങനെ? എന്താ അമ്മ ചെയ്യാൻ പോകുന്നേ? അതിപ്പോ വാക്കാ വിശദീകരിച്ച നേരിട്ട് കാണുമ്പോഴുള്ള ത്രില്ല് കുറയും. ലോക കാഴ്ചകൾ കാണാൻ തയ്യാറെടുത്തിരിക്കുന്ന കൺമണിയുടെ ചേച്ചി ജീവിതകാലം മുഴുവൻ അന്ധകാരത്തിൽ തന്നെ ജീവിക്കും. അതവളുടെ വിധിയാ. ഇന്നിവിടെ അമ്മയോടൊപ്പം ഇരിക്കെ. ഇല്ലമ്മേ, ഇന്നെനിക്ക് പോയേ പറ്റുള്ളൂ. സാറ് പറഞ്ഞില്ലേ ഒരു മീറ്റിംഗിനെ പറ്റി.
കാത്തിരുന്ന വലിയൊരു ദിവസം ഇന്ന്. അതെന്താ ഏട്ടത്തിയമ്മേ? ഓഫീസിൽ ഇന്നെന്താ പ്രത്യേകത? ഇന്ന് രാജേന്ദ്രൻ ഡിപ്പാർട്ട്മെന്റിന്റെ വലിയൊരു ഡീൽ ഉറപ്പിക്കുന്ന ദിവസമാണ്. അതല്ല ഈ രാവിലെ തന്നെ പോകുന്നത്. ആണോ? കൺഗ്രാറ്റ്സ് ഏട്ടത്തിയമ്മേ. ഞാനും കൂടി വരായിരുന്നു. ആ അതെങ്ങനെയാ? വയ്യാന്ന് പറയുന്ന ഒരു ലേബൽ നെറ്റിയിൽ ഒട്ടിച്ചു തന്നിട്ട് എന്നെ ഇവിടെ തളച്ചിട്ടിരിക്കുവല്ലേ എല്ലാരും കൂടി. രഘു എങ്ങോട്ടും പോണ്ട. ഇവിടെ ഇരുന്ന് നല്ലോണം റെസ്റ്റ് എടുത്ത്. കണ്ണാ, ചേച്ചിയുടെ ഓപ്പറേഷൻ കഴിയുന്നത് വരെ നീ കൺമണി ചേച്ചിയുടെ ഒപ്പം തന്നെ നിൽക്കണം. ഓപ്പറേഷൻ കഴിഞ്ഞ ചേച്ചിക്കുടനെ എന്നെയും കൺമണി ചേച്ചിയൊക്കെ കാണാൻ പറ്റൂലേ ദേവി ചേച്ചി? പറ്റണേന്നാ പ്രാർത്ഥന. ആദ്യം ഞാൻ കാണേണ്ടത് നിന്നെയും എന്റെ കൺമണിയെയും ആവണം. എന്തായാലും കൺമണി ചേച്ചിക്ക് വന്ന മാറ്റത്തെ കുറിച്ചാ ഞാൻ ആലോചിക്കുന്നത്. രൂപവും സംസാരവും ഒക്കെ മറ്റൊരാളെ പോലെ. നീ നമ്മൾ കൊണ്ടുവന്ന ബാഗ് എടുത്തേ. കണ്ണാ, ചേച്ചി തിരികെ വരുന്നത് വരെ ഈ ബാഗ് നീ സൂക്ഷിച്ചു വെക്കണം. ആർക്കും കൊടുക്കരുത്. എന്ത് വന്നാലും ഇത് തുറക്കുകയേ ചെയ്യരുത്. നമുക്ക് അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിനകത്ത്. എന്താ ചേച്ചി ഇതിന്റെ അകത്ത്? ഇന്ന് നടക്കുന്ന ഓപ്പറേഷനും ഇനി മുന്നോട്ടുള്ള എന്റെയും നിന്റെ ജീവിതവും എല്ലാം ഇതിനുള്ളതിനെ ആശ്രയിച്ചായിരിക്കുന്ന പലരുടെ സംശയങ്ങൾ തീർക്കാൻ പാകത്തിനുള്ള ഒന്ന്. ചേച്ചി, മോളെ കൺമണി, ഓപ്പറേഷന് കൊണ്ടുപോകുന്നതിന് മുന്നേ മോള് വരുമെന്നുള്ള സംശയത്തിലിരിക്കുമായിരുന്നു ഞാൻ. പിന്നെ നമുക്ക് വരാതിരിക്കാൻ പറ്റോ ചേച്ചി? നമ്മൾ ഇത്രയും നാളും കഷ്ടപ്പെട്ടതിന്റെ അവസാന ദിവസമല്ലേ ഇന്ന്? എന്റെ ചേച്ചി വെളിച്ചം കാണുന്ന ദിവസം. കൺമണി, എനിക്കെന്തോ ഒരു ഉൾഭയം പോലെ. സന്തോഷമുണ്ടെങ്കിലും അതിനേക്കാളും ഭയം തോന്നുന്നു ഇപ്പോ. അതിന്റെ ഒരു ആവശ്യമില്ല. ഞാനും രവി സാറും രാജാറാം സാറും എല്ലാരും പുറത്തുണ്ടാവും. രാജാറാം എവിടെ? ഡോക്ടറെ കാണാൻ പോയിരിക്കുക. പാവം. രാജാറാം സാർ ഉൾപ്പെടെ എല്ലാവരും എനിക്ക് ഒറ്റയാളിന് വേണ്ടി കഷ്ടപ്പെടുക. അങ്ങനെയൊന്നും കരുതണ്ട. നിങ്ങളിപ്പോ എനിക്ക് അന്യനൊന്നും അല്ലല്ലോ. നിങ്ങളുടെ കൂടെ എപ്പോഴും ഞങ്ങളുണ്ടാവും. അതെ, ഇപ്പൊ സമാധാനത്തോടെ സന്തോഷത്തോടെ പേടിയൊക്കെ മാറ്റി ചേച്ചി ഓപ്പറേഷന് തയ്യാറാവുക വേണ്ടത്. ഇന്നത്തെ ദിവസം കൂടി കഴിഞ്ഞാ നമ്മുടെ പ്രശ്നങ്ങള് ഒരു പരിധിവരെ തീരും. ഓപ്പറേഷൻ കഴിഞ്ഞാലുടനെ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണം കേട്ടോ. ഈ ലോകത്ത് എനിക്ക് ആദ്യം കാണേണ്ടത് നിങ്ങളെയാ. ഉണ്ടാവും. എന്റെ ചേച്ചി കണ്ണു തുറക്കുമ്പോ മുന്നിൽ തന്നെ ഉണ്ടാവും ഞങ്ങൾ എല്ലാവരും. റൂമിലേക്ക് കൊണ്ടുചെല്ലാൻ ഡോക്ടർ പറഞ്ഞു. മോളെ, പറഞ്ഞ തീയതിയില് പറഞ്ഞ സമയത്ത് നിന്റെ ഓപ്പറേഷൻ ഈ കണ്ണമ്മ നടത്തിയിരിക്കും.
ഇത് നമ്മളുടെ വാക്ക. കണ്ണ, ഇതേതാടേ ബാഗ്? അറിയില്ല ചേച്ചി, ദേവേച്ചി തന്നതാ. ചേച്ചി വേണ്ട, ചേച്ചി വേണ്ട, അതിങ്ങ് തന്നേക്ക്. ചേച്ചി എന്താ കണ്ണ ഇത്? ആ ബാഗിൽ ഞാനൊന്ന് തൊട്ടാ എന്താ കുഴപ്പം? ഇത്ര കാമ്പൂരായിട്ട് അതിലെന്താ ഉള്ളത്? രൂപയാണോ? എനിക്കറിയില്ല. ദേവേച്ചി എന്നോടൊന്നും പറഞ്ഞില്ല. നമ്മളെ ജീവിതത്തെ സംബന്ധിക്കുന്നതാണെന്ന് സൂക്ഷിച്ചു വെക്കാൻ മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. ജീവിതത്തെ സംബന്ധിക്കുന്നതോ? അതെന്താ അത്? നീ തന്നെ നോക്കട്ടെ. ഞാൻ തരില്ല. അന്യരുടെ ആരുടെയും കയ്യിൽ കൊടുക്കല്ലെന്നാ ദേവേച്ചി പറഞ്ഞത്. അന്യരോ? ഓഹോ, അപ്പോ ഞാനും നിനക്ക് അന്യാണോ? ശരി, എങ്കിൽ നീ തരണ്ട. അതല്ലേ ചേച്ചി, ആരെ ഏൽപ്പിക്കില്ലെന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ടാ ഞാൻ. നിന്റെ ഈ കൺമണി ചേച്ചിയോട് കുറച്ചെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അതിങ്ങിത്താ. ചേച്ചി, ഞാൻ ഇപ്പൊ വരാം. ക്യാൻറ്റീനിൽ പോയി ഒരു ചായ കുടിച്ചിട്ട് വരാം. ചേച്ചി വരുന്നോ? ഇല്ല, മോൻ പോയിട്ട് വാ. പൈസ ഉണ്ടോ നിന്റെ കയ്യില്? ഉണ്ട്. നമ്മളെ ജീവിതത്തെ സംബന്ധിക്കുന്നതാണെന്ന് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ എന്നോട് പറഞ്ഞുള്ളൂ. തിരിഞ്ഞു കിടക്ക്. അതെ സിസ്റ്ററെ, ഇഞ്ചക്ഷന്റെ ആവശ്യമൊന്നുമില്ല. അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? പിന്നെ ഞാനല്ലാതെ. ഇഞ്ചക്ഷൻ കൊടുക്കുന്നതിന് മുൻപ് സിസ്റ്റർ ഡോക്ടറെ ഒന്ന് വിളിക്കും. ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞിട്ടാണ് ഇഞ്ചക്ഷൻ കൊടുക്കുന്നത്. അയ്യോ, ഈ ഇഞ്ചക്ഷൻ ഒന്നും വേണ്ട. മറ്റേ ഡോക്ടറോട് വേഗം ഒന്ന് പരിശോധിക്കാൻ പറയൂ. സിസ്റ്റർ എന്ന് ഡോക്ടറോടൊന്ന് വേഗം വരാൻ പറയും. ചെല്ലേ. ഡോക്ടർ വന്നിട്ടുണ്ട്. ശരി. ഡോക്ടർ വന്നിട്ടുണ്ട്, ഒന്ന് ചെന്ന് കണ്ടോളൂ. എനിക്ക് മതി മതി നിന്റെ നിലവിളി. ദേ, ഇവിടെ ഇപ്പൊ കേൾക്കാൻ ഞാൻ മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ടായിരുന്നു എന്റെ പെർഫോമൻസ്? അടിപൊളി. നീ ആദ്യം ഡോക്ടറെ ഒന്ന് ഡീൽ ചെയ്യേ. അപ്പോഴേക്കും ഞാൻ എന്നാ പിന്നെ ശല്യം ചെയ്യേണ്ട രഘു. നല്ല വേദനയായിട്ടല്ലേ അവള് വന്നത്. കുറച്ചു നേരം അവളൊന്ന് ഉറങ്ങട്ടെ. നിങ്ങൾ ഇവിടെ നിൽക്കേ. ഞാനേ ഓപ്പറേഷൻ തിയേറ്റർ വരെ ഒന്ന് പോയി നോക്കിയിട്ട് വരട്ടെ. ഓപ്പറേഷൻ തിയേറ്ററിലോ? എന്തിന്? അസുഖത്തിന്റെ കാര്യല്ലേ, ഒന്നും പറയാൻ പറ്റൂലെന്നേ. അതിനിപ്പോഴല്ലേ രേഖയുടെ അമ്മ പറഞ്ഞത് വേറെ കുഴപ്പമൊന്നുമില്ലെന്ന്. അല്ല, രേഖയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ ഓപ്പറേഷൻ തിയേറ്റർ? വേറൊരാളെ കാണാനാ. വേറെ ഒരാളെ കാണാനോ? അതാരാ രാജലക്ഷ്മി അമ്മയ്ക്ക് ഇവിടെ വേറെ പരിചയക്കാര്?
അതും ഓപ്പറേഷൻ തിയേറ്ററിനകത്ത്. പരിചയക്കാരൊന്നുമല്ല. പിന്നെ വേറൊരാളെ കാണാൻ പോകുന്നെന്ന് ഇപ്പൊ പറഞ്ഞതോ? അയ്യോ, ഞാൻ അങ്ങനെ പറഞ്ഞു. ആ, എന്റെ ആരും അല്ല അവിടെ. വേറൊരാളുടെ ബന്ധു അവിടെ കിടപ്പുണ്ട്. ആ. ആ ആള് എനിക്ക് വേണ്ടപ്പെട്ട ഒരാളാണെന്നാ ഞാൻ പറഞ്ഞത്. ആ ആളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാ എല്ലാവർക്കും ഞാൻ എനിക്ക് വേണ്ടപ്പെട്ട ആളുടെ ആരാ അതെന്ന് ഞാൻ പറഞ്ഞു തരാന്നാ ഞാൻ ഉദ്ദേശിച്ചത്. ആകെ കൺഫ്യൂഷൻ ആയല്ലോ. ഞാൻ ഇത്ര വ്യക്തമായി പറഞ്ഞു തന്നിട്ടും രഘുമോന് കൺഫ്യൂഷനായോ? എങ്കിൽ ഒരമണിക്കൂറിനകം എല്ലാവരുടെയും കൺഫ്യൂഷൻ ഞാൻ മാറ്റിത്തരാം. രഘുവിന് കൺഫ്യൂഷൻ മാറിയില്ലേ? അതായത് ഓപ്പറേഷൻ തിയേറ്ററിൽ. ആ, മതി 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 മതി, എല്ലാം മനസ്സിലായി, എല്ലാം മനസ്സിലായി. രേഖയുടെ അമ്മ പോയിട്ട് വരണം പ്ലീസ്. ദാ വരുന്നു. അനിയത്തിക്കുട്ടിക്ക് എങ്ങണ്ടമ്മേ? ഇഞ്ചക്ഷൻ കൊടുത്തിരിക്കാന്ന് രാജലക്ഷ്മി പറഞ്ഞത്. കുറച്ചുനേരം ഉറങ്ങിയിട്ട് നോക്കാന്ന് പറഞ്ഞു. ഓ, അല്ല രാജലക്ഷ്മി എങ്ങോട്ട് പോയത്? ഓപ്പറേഷൻ തിയേറ്ററിൽ പോവാണെന്നാ പറഞ്ഞത്. ഓപ്പറേഷൻ തിയേറ്ററിലോ? എന്തിന്? അതെ ചേട്ടായി, വേറൊരാളുടെ ബന്ധു അവിടെ കിടപ്പുണ്ട്. ആ ബന്ധു രേഖയുടെ അമ്മയുടെ വേണ്ടപ്പെട്ട ആളാണത്രേ. ആ ഒരാളെ കണ്ടുപിടിച്ചു കഴിഞ്ഞാ എല്ലാവർക്കും ഇവരുടെ വേണ്ടപ്പെട്ട ആളുടെ ആരാ അതെന്ന് പറഞ്ഞു തരാമെന്ന്. ഒരു അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ മതി. ചേട്ടായിക്ക് ഇതിന്ന് എന്താണ് മനസ്സിലായത്? ഒന്നും മനസ്സിലായില്ല. ഞങ്ങൾക്ക് മനസ്സിലായില്ല. ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ? കുറവുണ്ട് മദറല്ലോ. നേരത്തെ നല്ല വേദന ഉണ്ടായിരുന്നു. ഞാൻ ആകെ ടെൻഷനിലായി പോയി. ടെൻഷനോ? എന്തിനു? കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞല്ലോ. രേഖ പറഞ്ഞത് നേരത്തെയുള്ള കാര്യമാ രഘു. ഇങ്ങനെയുള്ള അവസ്ഥയില് എന്ത് വൈകാരിക തോന്നിയാലും ടെൻഷൻ ഉണ്ടാവും. രേഖ രാവിലെ സാധാരണ കഴിക്കുന്നതല്ലാതെ വേറെന്തെങ്കിലും കഴിച്ചിരുന്നോ? ഇല്ലല്ലോ. അതിനവിടെ അസാധാരണമായിട്ട് കഴിക്കാൻ രഘു വല്ലതും വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നോ? അതിന് ഞാൻ വേണ്ടല്ലോ, ഒരു ബോഡി ഗാർഡ് കൂടെ ഉണ്ടല്ലോ. അല്ല, അവരുടെ ആരാണ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നത്? എനിക്കറിയില്ല. എങ്കിൽ സൂക്ഷിക്കണം. രേഖയുടെ അമ്മയ്ക്ക് എന്തോ കാര്യമായിട്ട് കുഴപ്പമുണ്ട്. രഘു, മോള് കുറച്ചുനേരം ഉറങ്ങിക്കും. അത് കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോകാം. അമ്മ വീട്ടിലേക്ക് പോയിക്കോ, ഞാൻ രേഖയും കൊണ്ട് വന്നോളാം. എന്നാ പിന്നെ അമ്മ ഇറങ്ങട്ടെ മോളെ. ഞാൻ പോരെ. എന്താ, ആർക്കൊന്നും മനസ്സിലായില്ലേ? അതോ ഞാൻ പറഞ്ഞതുകൊണ്ടാണോ ആർക്കൊന്നും മനസ്സിലാവാത്തത്? എല്ലാവരും എന്റെ കൂടെ ഒന്ന് വന്നാ നേരിട്ട് കാണിച്ച് ബോധ്യപ്പെടുത്തി തരാം ഞാൻ. എല്ലാവരും വാ. എങ്ങോട്ട്? എന്ത് കാണിക്കാൻ? അയ്യോ, ദൂരോട്ടൊന്നും പോണ്ട, തൊട്ടപ്പുറം വരെ. കണ്ണിന്റെ ഓപ്പറേഷൻ നടക്കുന്ന ഓപ്പറേഷൻ തിയേറ്റർ വരെ. ഓപ്പറേഷൻ തിയേറ്ററോ? അവിടെ ആരെ കാണാൻ? രേഖയുടെ അമ്മ വെറുതെ പിച്ചും പേയും വിളിച്ച് പറയരുത്. ആരുടെയോ ആരാണെന്ന് നോക്കാൻ പോയിട്ട് അതാരാണെന്ന് ആരോടോ ചോദിച്ചറിഞ്ഞപ്പോ വട്ടായോ നിങ്ങക്ക്? പിച്ചും പേയും വട്ടുമൊന്നും അല്ല രഘു. വർമ്മൻ വില്ലയിൽ ഓടുന്ന ഒരു തിരക്കഥയുടെ ലാസ്റ്റ് റീൽ ഓടുന്ന ദിവസമായിരുന്നു. നിങ്ങൾ അവിടെ വന്ന ഒരാളെ കാണണം, കാര്യങ്ങളൊക്കെ ചോദിച്ചറിയണം. അതുവരെ എനിക്ക് റോളുള്ളൂ. ബാക്കിയൊക്കെ നിങ്ങളുടെ തീരുമാനം.
ഈ അവര് ഇവരെന്നൊക്കെ പറയാതെ ആരുടെ കാര്യമാ പറയുന്നതെന്ന് ഒന്ന് വ്യക്തമാക്കി പറയോ? അതൊക്കെ പറയാം. ആളെ കണ്ട നിങ്ങളൊന്ന് ഞെട്ടും, അതുറപ്പാ. അതിന്റെ ആവശ്യമില്ല രാജലക്ഷ്മി. അയ്യോ, അങ്ങനെ പറയല്ലേ. ആളെ അറിയാത്തതുകൊണ്ടാ. അറിയാം, ദേവി. അന്ന് വീട്ടിൽ കയറി വന്ന അന്ധയായ ആ പെൺകുട്ടിയെ കുറിച്ചല്ലേ രാജലക്ഷ്മി പറയുന്നത്? ആ പെൺകുട്ടിയെ കാണിക്കാനാണ് ഈ പരിശ്രമമെങ്കിൽ അതിന്റെ ആവശ്യമില്ല. അപ്പോ ആ പെൺകുട്ടിയാണ് ഓപ്പറേഷൻ തിയേറ്ററിലെന്ന് ഗായത്രി അമ്മയ്ക്ക് അറിയായിരുന്നോ? അറിയാമായിരുന്നു. ആ പെൺകുട്ടി അവളുടെ കണ്ണ് ഓപ്പറേഷന് വന്നതാണെന്നും അറിയാം. ഇതിൽ കൂടുതൽ എനിക്കറിയാനും രാജലക്ഷ്മിക്ക് പറയാനും വല്ലതും ഉണ്ടോ? ഉണ്ട്. ഇതെല്ലാം അറിഞ്ഞിട്ടും പിന്നെ എന്താ ഒരു അമാന്തം? ചോദിക്കേണ്ടവരോടൊക്കെ ചോദിച്ച് പറയാനുള്ളവരോടൊക്കെ പറഞ്ഞ് നാട് കടത്തിക്കൂടെ ഇനിയെങ്കിലും? അല്ലെങ്കിൽ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കേ. ചേടാ, പിന്നെന്താ മോളാ കാര്യം നേരത്തെ പറയാതിരുന്നത്? അത് പിന്നെ അന്ന് പ്രശ്നം ഉണ്ടാക്കിയത് കൊണ്ട് ഇങ്ങനൊന്ന് ചെയ്യുന്നെന്ന് അച്ഛൻ അറിഞ്ഞ അച്ഛൻ ഇഷ്ടപ്പെടില്ലെന്ന് കരുതിയ. ഇങ്ങനെയൊരു നല്ല കാര്യത്തിന് ഞാൻ തടസ്സം നിൽക്കുമോ മോളെ? ഇതൊക്കെ രവിസാറിന്റെ വലിയ മനസ്സാണ്. നിങ്ങൾക്ക് മാത്രമേ ശത്രുവിനെ പോലും സ്നേഹിക്കാൻ കഴിയൂ. ഇതിവിടെ ആരോട് പറയാനാ സുദർശന? മനുഷ്യരോടല്ലേ അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ. സ്നേഹം എന്ന രണ്ടക്ഷരത്തിന് പകരം പണം, പക, പാര എന്ന അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഇനി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് വീട്ടിൽ ചെന്നിട്ട് മതി. രാജലക്ഷ്മിയുടെ സംശയവും സംസാരവും വീടിന്റെ 4 ചുവരുകൾക്കുള്ളിൽ മാത്രം മതി. മേലിൽ ഇത്തരം സന്ദർഭങ്ങൾ ഉണ്ടാക്കരുത്. ശ്രീലക്ഷ്മി, താൻ അച്ഛനുമായി ആ വിസിറ്റിംഗ് ഏരിയയിലേക്ക് നിൽക്കുക. രാജലക്ഷ്മി അമ്മയ്ക്ക് കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായിട്ടുണ്ടെങ്കിൽ മോനെ, രവി സാറ്. അപ്പോ ദേവിയേച്ചിക്ക് ഞങ്ങളെയൊക്കെ കാണാമോ? നിങ്ങളെ എന്നല്ല, എല്ലാവരെയും പോലെ എല്ലാ കാഴ്ചകളും ഇനി മുതൽ കാണാം. സർ, എന്നാ ഞാൻ ക്യാബിനിലേക്ക് ചെല്ലട്ടെ? ഓ, പുറത്തുള്ള ഒപ്റ്റിക്കൽസിൽ നിന്നും സർജറി കഴിഞ്ഞവർ വയ്ക്കുന്ന ഒരു UV ഗ്ലാസ് വാങ്ങണം. ഞാൻ പ്രിസ്ക്രിപ്ഷൻ തരാം. ഓ ശരി, ഓക്കെ ഡോക്ടർ. എന്നെ വന്ന് കണ്ടിട്ട് വേണം ദേവി പോകാൻ. ആ കണ്ണട വെക്കാതെ പുറത്തിറങ്ങരുത്. ശരി ഡോക്ടർ. ശരി. ഇപ്പോ ചേച്ചിയുടെ പേടിയും ടെൻഷനൊക്കെ മാറിയില്ലേ? അല്ലെങ്കിലും പേടി എന്നെ കുറിച്ച് ഓർത്തല്ല, നിന്നെ ഇവനെ കുറിച്ചായിരുന്നു.
കാഴ്ചയില്ലെങ്കിലും എനിക്ക് എന്തെങ്കിലും പറ്റിയാ പിന്നെ നിങ്ങൾക്കാരാ ഉള്ളത്? രവി സാറുണ്ടല്ലോ.